Hi everyone, welcome to my channel Incredible English. In the last video, ഒരു communication related topic ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. How എന്നുള്ള question word യൂസ് ചെയ്ത് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ടുഡേ ഓൾസോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സെന്റൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോട്ട് ഓൺലി ദാറ്റ്, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്ന ചില അൺഫെമിലിയർ വേർഡ്സ് അതിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ബിഫോർ മൂവിങ് ഓൺ വിത്ത് ദ വീഡിയോ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ, കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിയുമ്പം നമ്മളെ വെയിറ്റർ നമുക്കൊരു പ്ലേസ് അലോട്ട് ചെയ്ത് തരും. സംടൈംസ് നമ്മൾ തന്നെ കണ്ടെത്തും, അതില്ല അത് ഓൾറെഡി ഫിൽഡ് ആണെങ്കിൽ നമ്മളോട് വെയിറ്റ് ചെയ്യും. വെയിറ്റ് എ മൊമെന്റ്, ലെറ്റ് മീ ചെക്ക് ദ അവൈലബിലിറ്റി, അങ്ങനെ എന്തെങ്കിലും അവർ പറയും. അപ്പോൾ ടേബിൾ ഫ്രീ ആയോ എന്ന് നോക്കിയിട്ട് നമ്മൾ പോയി ഇരുന്നു. ഓക്കെ, സോ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ടേബിളിൽ എന്തുണ്ടാവും? ഒരു മെനു കാർഡ് ഉണ്ടാവും അല്ലേ? ഫുഡ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു മെനു കാർഡ് ഉണ്ടാവും. സംടൈംസ് ഡെസേർട്സിന് ആഫ്റ്റർ ഫുഡ് ഡെസേർട്സിനുള്ള ഒരു സ്പെഷ്യൽ മെനു കാർഡും കാണും. ഓക്കെ, ശരി. ഇൻ കേസ് നമുക്ക് നമ്മുടെ ടേബിളിൽ മെനു കാർഡ് കിട്ടിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ആൻഡ് വി വോണ്ട് ടു ഗെറ്റ് ദ മെനു കാർഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മെനു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കണം. സോ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? എന്ത് ചോദിക്കും? Can I get the menu card? ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ നമുക്ക് I എന്ന് പറയാം. അല്ല എങ്കിൽ can we get the menu card? Can we get the menu card please? Can I get the menu card please? പൊളൈറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പ്ലീസ് കൂടെ ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് എ ഗുഡ് വേ ഓഫ് ടോക്കിംഗ്. എപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. സോ ഇപ്പൊ വെയിറ്ററെ വിളിച്ചിട്ട് എക്സ്ക്യൂസ് മീ നമുക്ക് വിളിക്കാം. വിളിച്ചിട്ട് ചോദിക്കാം, Can I get the menu card please? എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കി. സോ വി ആർ ഗോയിങ് ഓൺ വിത്ത് ദിസ് തിങ് അല്ലെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇഫ് ഹി ഈസ് വെയിറ്റിംഗ് ദയർ, ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് വെയിറ്റിംഗ് ദയർ, ഇഫ് ദ വെയിറ്റർ ഈസ് വെയിറ്റിംഗ് ദയർ, നമുക്ക് ചോദിക്കാം, അദ്ദേഹത്തോട് ചോദിക്കാം, ഡു യു ഹാവ് എനി സ്പെഷ്യൽസ് ടുഡേ? ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ചില റെസ്റ്റോറൻറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം, ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ടുഡേ സ്പെഷ്യൽസ് എന്നും പറഞ്ഞ്. ഇനി നമ്മൾ അത് കണ്ടില്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എനി സ്പെഷ്യൽസ് ടുഡേ? ഇനി അല്ല, ജനറൽ ആയിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യാലിറ്റി എന്താണ്? ഏത് ഫുഡാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം? സോ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞോട്ടെ, FOOD എന്നുള്ള വേർഡിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, നമ്മൾ എല്ലാവരും പറയുന്നത് ഫുഡ് എന്നാണ്. ഇറ്റ്സ് നോട്ട് ഫുഡ്, ഇറ്റ്സ് ഫുഡ്. ഫുഡ് എന്ന് വേണം പ്രൊനൗൺസ് ചെയ്യാൻ. ഓക്കെ, സോ ഡു യു ഹാവ് എനി സ്പെഷ്യൽസ് എന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, അത് ചോദിച്ചു. ഇനി നമ്മൾ എപ്പോഴും പോകുന്ന എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, എനിത്തിങ് ന്യൂ ഓൺ ദ മെനു? ഞാൻ എന്നും കണ്ടിട്ടുള്ള മെനു കാർഡാണ് അല്ലെ. എനിത്തിങ് ന്യൂ ഓൺ ദ മെനു ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം. ലെറ്റ് മീ ട്രൈ ദാറ്റ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെ വെയിറ്ററെ വിളിക്കും? എക്സ്ക്യൂസ് മീ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് മെനു കിട്ടിയില്ല എങ്കിൽ നമ്മൾ ചോദിക്കുന്നു, Can I get the menu card please? ചോദിച്ചു. ഇനി നമ്മൾ നോക്കിയിട്ട് അവരോട് ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി സ്പെഷ്യൽസ് ടുഡേ? ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽസ് ഉണ്ടോ ചോദിക്കാം. ഓർ ഡു യു ഹാവ് എനിത്തിങ് ഇൻ സ്പെഷ്യൽ? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ ഈ റെസ്റ്റോറൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, അതല്ലെങ്കിൽ എനിത്തിങ് ന്യൂ ഓൺ ദ മെനു എന്നും പോകുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ കാണാത്ത എന്തെങ്കിലും പുതിയ ഐറ്റം, എനിത്തിങ് ന്യൂ ആഡഡ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിത്തിങ് ന്യൂ ഓൺ ദ മെനു. സോ മെനു എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാർട്ട് എന്താണ്? ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മളോട് വന്ന് വെയിറ്റർ ചോദിക്കും, ആർ യു റെഡി ടു ഓർഡർ? റെഡി ആയോ? ആർ യു റെഡി ടു ഓർഡർ? ഫൈനലൈസ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. അതല്ല, ആള് വന്നില്ലെങ്കിൽ നമുക്ക് അഗെയിൻ എക്സ്ക്യൂസ് മീ വിളിച്ചിട്ട് വി ആർ റെഡി ടു ഓർഡർ എന്നും പറയാം. ഐദർ വെയിറ്റർ വന്ന് ചോദിക്കുന്നു, ആർ യു റെഡി ടു ഓർഡർ?
അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നു, എങ്ങനെ വിളിക്കുന്നു? എക്സ്ക്യൂസ് മീ, വി ആർ റെഡി ടു ഓർഡർ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ആദ്യം അവർ പറയുന്നു, നമ്മളിപ്പോ പറയാണ് വി വിൽ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പറ്റൈസർ. ഓക്കെ, മെയിൻ കോഴ്സിന് മുൻപ് നമുക്കറിയാം സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, അപ്പറ്റൈസർ ഉണ്ട്. ഇതൊക്കെ എന്താന്നുള്ളത് ഇതിന് ശേഷം പറഞ്ഞു തരാം. സോ ആദ്യം മെയിൻ കോഴ്സിന് മുൻപ് എടുക്കുന്നതാണ് ഈ അപ്പറ്റൈസറും സ്റ്റാർട്ടേഴ്സും ഒക്കെ. സോ ഇപ്പൊ ഇവർ പറയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാണ്, ഞങ്ങൾ തുടങ്ങുന്നത് എന്തിലാണ്? അപ്പറ്റൈസറിലാണ്. വി വിൽ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പറ്റൈസർ എന്ന് പറയാം. സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പറ്റൈസർ. ഓക്കെ, അതല്ലെങ്കിൽ പറയാം ലെറ്റ്സ് ഹാവ് ദ സ്റ്റാർട്ടേഴ്സ്. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ സ്റ്റാർട്ടേഴ്സ്. ലെറ്റ്സ് ഗെറ്റ് ദ സ്റ്റാർട്ടേഴ്സ്. നമുക്ക് ആദ്യം സ്റ്റാർട്ടേഴ്സിൽ തുടങ്ങാം. ലെറ്റ്സ് ഹാവ് ദ സ്റ്റാർട്ടേഴ്സ്. ഓക്കെ, ദെൻ അതിനുശേഷം അതിന് നമുക്ക് ഇന്ന സ്റ്റാർട്ടർ, ഇന്നത് വേണം, സ്റ്റാർട്ടർ ആയിട്ട് ഇന്നത് വേണം. എങ്ങനെ നമ്മൾ പറയും? ഐ വിൽ ഹാവ്. ഇവിടെ എല്ലാം ഞാൻ ഇൻഡിവിജ്വൽ, ഒരു പേഴ്സണേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മോർ ദാൻ വൺ പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾ ഐക്ക് പകരം എന്ത് പറയും? വി എന്ന് യൂസ് ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പറയണതാണ് ഐ വിൽ. ഓക്കെ, ഐ വിൽ ഹാവ് എന്തെങ്കിലും ഒരു മെയിൻ സ്റ്റാർട്ടേഴ്സിന്റെ ഒരു നമ്മുടെ മെനുവിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഇന്ന ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യണതെന്ന് കാണും. അതിന് ഏതെങ്കിലും ഒരു ഐറ്റം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രാഗൺ ചിക്കൻ അല്ല ചിക്കൻ 65 സംതിങ് എന്തെങ്കിലും, അപ്പൊ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തെങ്കിലും ഫിംഗേഴ്സ്, ഓക്കെ, അത് പറയുന്നു. ഐ വിൽ ഹാവ് ഫിഷ് ആൻഡ് ഫ്രൈസ് ഫോർ സ്റ്റാർട്ടേഴ്സ്, സംതിങ് ഫോർ സ്റ്റാർട്ടേഴ്സ്. ഡോട്ട് ഇട്ടിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ളത് ഫില്ല് ചെയ്യുന്നു. ഐ വിൽ ഹാവ് ഡാഷ് ഫോർ സ്റ്റാർട്ടേഴ്സ്. ഇനി അത് സ്റ്റാർട്ടേഴ്സ് എല്ലാം ഓർഡർ ചെയ്തു. സോ സ്റ്റാർട്ടേഴ്സ് ആണ് ആദ്യം വരിക, അങ്ങനെ വേണം വരാൻ. സംടൈംസ് എല്ലാം ഒരുമിച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ടേഴ്സ് ഇന്നത് വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കിടക്കുകയാണ്. മെയിൻ കോഴ്സ്, മെയിൻ മീൽ, അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനെ എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ഓർഡർ. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ ഇന്നത്. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ വെയിറ്ററിനെ വിളിച്ചിട്ട് എക്സ്ക്യൂസ് മീ, വി ആർ റെഡി ടു ഓർഡർ പറയുന്നു. ഇനി എന്നിട്ട് നമ്മൾ പറയും വി വിൽ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പറ്റൈസർ, അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് ദ സ്റ്റാർട്ടേഴ്സ് ഓർ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ സ്റ്റാർട്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. ദെൻ അതിനുശേഷം സ്റ്റാർട്ടേഴ്സിന് ഇന്നത് വേണം. ഐ വിൽ ഹാവ് സോ ആൻഡ് സോ ഫോർ സ്റ്റാർട്ടേഴ്സ് ഓർ ആസ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയാം. ദെൻ ഐ വുഡ് ലൈക്ക് ടു ഓർഡർ, മെയിൻ കോഴ്സ് പറയണം. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ. ഇവൻ സ്റ്റാർട്ടേഴ്സിന്റെ കേസിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ ചിക്കൻ 65 ആസ് എ സ്റ്റാർട്ടർ. അങ്ങനെയും നമുക്ക് പറയാം. സോ ഇതാണ് നമ്മുടെ ബിഗിനിങ് പാർട്ട്. ഓക്കെ, സോ വി ഹാവ് ഓർഡർ ദ ഫുഡ്. ഇനി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ, എത്ര മിനിറ്റ്സ് ഡിലേ ഉണ്ട് എന്ന് നമുക്ക് അറിയണം. ഫുഡ് കൊണ്ടുവരാൻ എത്ര മിനിറ്റ്സ് ഡിലേ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? How long will it take? How long will it take? എന്താ ഇറ്റ് റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് അല്ലെ. How long will it take? എത്ര നേരം എടുക്കും? ഈ how long നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ how ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ് അല്ലെ, how long. അപ്പൊ how long അവിടെ ഡിസ്കസ് ചെയ്തത് വേറൊരു സിറ്റുവേഷൻ ആണ് അല്ലെ. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു ടൈം അറിയാൻ വേണ്ടി. How long will it take? ഓക്കെ, ഇനി നമ്മളോട് ഇത്ര സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞു, എന്നിട്ടും ഫുഡ് എത്തുന്നില്ല, ഒത്തിരി ഇറ്റ്സ് ഗെറ്റിംഗ് ടു ലേറ്റ്. അപ്പൊ നമ്മൾ എന്ത് പറയും? വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. അഗെയിൻ നമ്മൾ ആളെ വിളിക്കും അല്ലെ. ആളെ എങ്ങനെയാ വിളിക്കുന്നത്? എക്സ്ക്യൂസ് മീ, അത് മറക്കില്ല. വിളിച്ചിട്ട് നമ്മൾ പറയാണ് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. വി ആർ ഇൻ എ ഹറി. ഞങ്ങൾ തിരക്കിലാണ്, ഇത് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒത്തിരി നേരമായി. വി ഹാവ് ബീൻ വെയിറ്റിംഗ്. ഏത് ടെൻസ് ഫോം ആണെന്നുള്ളത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. വി ഹാവ് ബീൻ വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ, ഈ നോട്ട് ഇൻ ദിസ് വീഡിയോ, ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. വിൽ അവർ ഫുഡ് ബി ലോങ്? ഫുഡ് എത്താൻ ഒത്തിരി ടൈം എടുക്കുമോ? വിൽ അവർ ഫുഡ് ബി ലോങ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഓർഡർ ചെയ്തതിന് ശേഷം ഉള്ള ഡിലേ, എത്ര ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് താമസം, ഒത്തിരി നേരമായി എന്ന് എങ്ങനെ പറയും? ഇവിടെ പറയാം how long will it take? How will it take? It refers to food. Okay, we have been waiting for a long time. We are in a hurry. We have been waiting for a long time. Okay, will our food be long? ഫുഡ് വരാൻ ഇത്തിരി സമയം എടുക്കുമോ?
ഓക്കെ, ഇനി നമുക്ക് വെള്ളം വേണം. വെള്ളം കൊണ്ടൊന്നും വച്ചില്ല എന്നിരിക്കട്ടെ. നോർമലി വെള്ളം പ്രൊവൈഡ് ചെയ്യും. ഇനി അല്ല, നമുക്ക് ഇന്ന വാട്ടർ വേണമെന്ന് നമുക്കൊരു പ്രിഫറൻസ് ഉണ്ട്. എങ്ങനെ ചോദിക്കാം നോക്കിക്കേ. കുഡ് വി ഹാവ് സം വാട്ടർ? കുഡ് വി ഹാവ് സം വാട്ടർ? അപ്പൊ ഇവിടെ ഞാൻ കുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ക്യാൻ അല്ല. എന്താണ് കുഡ് എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ പൊളൈറ്റ്. ബോത്ത് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ കുഡ് ആണ് ഏറ്റവും പൊളൈറ്റ് ഫോം. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ കുഡ് എന്ന് യൂസ് ചെയ്തത്. കുഡ് വി ഹാവ് സം വാട്ടർ? കുറച്ച് വെള്ളം കിട്ടുമോ? ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ക്യാൻ ഐ ഗെറ്റ് സം ലൂക്ക് വാം വാട്ടർ? ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, തണുത്ത വെള്ളമായിരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ക്യാൻ ഐ ഗെറ്റ് സം ലൂക്ക് വാം വാട്ടർ? ലൂക്ക് വാം, ലൂക്ക് വാം എന്ന് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള മിതമായ ചൂടുള്ള വെള്ളത്തിനെയാണ് ലൂക്ക് വാം വാട്ടർ എന്ന് പറയുന്നത്. സോ ക്യാൻ ഐ ഗെറ്റ് സം ലൂക്ക് വാം വാട്ടർ? ഇനി നമ്മളിപ്പോ ചോദിച്ചില്ലേ കുഡ് വി ഹാവ് സം വാട്ടർ എന്ന് നമ്മൾ ചോദിക്കുമ്പം ചിലപ്പോൾ അവർ നമ്മളോട് ചോദിക്കും സ്റ്റിൽ ഓർ സ്പാർക്ലിംഗ്. വാട്ട്? സ്റ്റിൽ ഓർ സ്പാർക്ലിംഗ്? ഏത് വെള്ളമാണ് വേണ്ടത്? എന്താണ് ഡിഫറൻസ്? സ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ മിനറൽ വാട്ടർ ഓർ ബോട്ടിൽഡ് വാട്ടർ ഉണ്ടല്ലോ, സംടൈംസ് ടാപ്പ് വാട്ടർ, അതിനെല്ലാമാണ് നമ്മൾ സ്റ്റിൽ എന്ന് പറയുന്നത്. നോർമൽ വാട്ടർ, ബോട്ടിൽ മിനറൽ വാട്ടർ സ്റ്റിൽ. സ്പാർക്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കാർബണേറ്റഡ് ആയിട്ടുള്ള വാട്ടറിനെയാണ് സ്പാർക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവർ നമ്മൾ ചിലപ്പോൾ ചോദിക്കും സ്റ്റിൽ ആണോ സ്പാർക്ലിംഗ് ആണോ എന്ന് ചോദിക്കും. ഓക്കെ. ഇനി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, വെള്ളം ചോദിച്ചു, വെള്ളം കിട്ടിയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫൈനലി പറയും എന്താ? ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. ഓർഡർ ചെയ്തു, സ്റ്റാർട്ടേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ അപ്പറ്റൈസർ പറഞ്ഞു, മെയിൻ കോഴ്സ് എന്താണെന്ന് പറഞ്ഞു, വെള്ളം ചോദിച്ചു, ഇന്ന വെള്ളം പ്രിഫറൻസ് ഒക്കെ പറഞ്ഞു, എന്നിട്ട് നമ്മൾ അവരോട് പറയാണ് ദാറ്റ്സ് ഓൾ, ഡൺ എന്നുള്ള മീനിങ് ആണ്. എല്ലാം കിട്ടി, ദാറ്റ്സ് ഓൾ, ഓർഡർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള മീനിങ്. സോ വെള്ളത്തിന്റെ 3 വേർഡ്സ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു, ലൂക്ക് വാം, സ്റ്റിൽ ആൻഡ് സ്പാർക്ലിംഗ്. ലൂക്ക് വാം ചെറു ചൂടുവെള്ളം, സ്റ്റിൽ എന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൽഡ് ഓർ മിനറൽ വാട്ടർ, സ്പാർക്ലിംഗ് എന്ന് പറയുന്നത് കാർബണേറ്റഡ് വാട്ടറിനെയാണ്. കുഡ് ആണ് ക്യാനിനേക്കാളും കൂടുതൽ പൊളൈറ്റ്, രണ്ടും യൂസ് ചെയ്യാം. Now what's next? നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണു. നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും. എന്താ ചോദിക്കുക? Does everything taste good? എല്ലാം നല്ലതാണല്ലോ. Does everything, every food taste good? എല്ലാം നല്ലതാണല്ലോ. ഡെസ് ആയതുകൊണ്ട് ടേസ്റ്റ് എന്നേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതിനുശേഷം എസ് വരാൻ പാടില്ല. ടേസ്റ്റ് എന്ന് വേണ്ട, ടേസ്റ്റ് എന്നേ വേണ്ടു. ഡസ് എവറിത്തിങ് ടേസ്റ്റ് ഗുഡ് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഹാപ്പി ആണോ എന്നാണ് അവർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? അവരെങ്ങനെ ചോദിക്കും? ആർ യു ഹാപ്പി വിത്ത് ദ ഫുഡ് എന്ന് ചോദിക്കും. ആർ യു ഹാപ്പി വിത്ത് ദ ഫുഡ് എന്ന് ചോദിക്കും. ഇനി നമ്മൾ ഹാപ്പി ആണെങ്കിൽ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എവറിത്തിങ് ഈസ് ഗ്രേറ്റ്, താങ്ക് യു. എവറിത്തിങ് ഈസ് ഗ്രേറ്റ്, താങ്ക് യു. അത് മറക്കരുത്, നമ്മൾ താങ്ക്സ് കൂടെ പറയണം. എവറിത്തിങ് ഈസ് ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ. ഇനി സംടൈംസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫുഡ് ടേൺ ഔട്ട് ആയില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കിട്ടിയത്. ചില സമയത്ത് ഭയങ്കര തണുത്തു പോകുന്നു, നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ്സ് എ ബിറ്റ് കോൾഡ്. അപ്പോഴും നമ്മൾ ഒരു മര്യാദയിൽ തന്നെ വേണം പറയാൻ, ഷൗട്ട് ചെയ്യാനൊന്നും പാടില്ല. ഇറ്റ്സ് എ ബിറ്റ് കോൾഡ്. ഇവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് എ ബിറ്റ് കോൾഡ്. ഇനി അല്ല, നമുക്ക് ആയിട്ട് വിളിച്ചിട്ട് പറയണമെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് മീ, അത് ഓർക്കുക, വിളിച്ചിട്ട് പറയുക. ഇറ്റ്സ് എ ബിറ്റ് കോൾഡ് എന്ന് പറയാം. ഇനി സംടൈംസ് നമുക്ക് ഫുഡ് മാറി കൊണ്ടുവന്നു, അപ്പൊ നമ്മൾ എന്ത് പറയും? ദിസ് ഈസ് നോട്ട് ദ തിങ് വിച്ച് വി ഹാവ് ഓർഡേർഡ്. ഇതല്ല ഞങ്ങൾ ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ദിസ് ഈസ് നോട്ട് വാട്ട് വി എക്സ്പെക്റ്റഡ്. ഇങ്ങനെയല്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. ദിസ് ഈസ് നോട്ട് വാട്ട് വി ഹാവ് എക്സ്പെക്റ്റഡ്. ദിസ് ഈസ് നോട്ട് വാട്ട് വി ഹാവ് എക്സ്പെക്റ്റഡ് എന്ന് പറയാം. അപ്പം ഇറ്റ്സ് എ ബിറ്റ് കോൾഡ് പറഞ്ഞു. ഇനി ഭയങ്കര ഉപ്പാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ടു സോൾട്ടി. ഇറ്റ്സ് ടു സോൾട്ടി. ഇനി ഭയങ്കര എരിവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ടു സ്പൈസി. ഇറ്റ്സ് ടു സ്പൈസി. അപ്പൊ എന്താണ് ഇവിടെ? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവർ വന്ന് ചോദിക്കുകയാണ്, ഡസ് എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് ചോദിക്കുന്നു. ഡസ് എവറിത്തിങ് ടേസ്റ്റ് ഗുഡ്? ആർ യു ഹാപ്പി വിത്ത് ദ ഫുഡ്? യെസ്, എവറിത്തിങ് ഈസ് ഗ്രേറ്റ്, താങ്ക് യു, വി ആർ സാറ്റിസ്ഫൈഡ്, വി ആർ ഹാപ്പി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇറ്റ്സ് എ ബിറ്റ് കോൾഡ്, ഇത്തിരി തണുപ്പായി പോയി. ഇറ്റ്സ് ടു സോൾട്ടി ഓർ ഇറ്റ്സ് ടു സ്പൈസി. സോ എല്ലാം കഴിഞ്ഞു, ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ആൻഡ് ദെൻ അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും ഡിസേർട്ട്സ് എന്തെങ്കിലും വേണോ? അപ്പൊ അതിനായിട്ട് ഡിസേർട്ട്സിനുള്ള
മെനു തരും. അവിടെയും നമ്മൾ സെയിം യൂസ് ചെയ്താൽ മതി. എങ്ങനെയാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത പോലെ, എങ്ങനെ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തു അപ്പോൾ യൂസ് ചെയ്ത സെയിം പാറ്റേണിൽ നമുക്ക് ചോദിക്കാം. ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സ്റ്റേജ് എന്താണ്? പേയ്മെന്റ്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ കംപ്ലീറ്റ് ആയി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, വി ഹാവ് ഡൺ, നമുക്കിനി എന്താണ്? ബില്ല് റെഡിയാക്കണം. സോ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? എക്സ്ക്യൂസ് മീ ദ ബിൽ പ്ലീസ്. അഗെയിൻ നമ്മൾ എങ്ങനെ വെയിറ്ററെ വിളിക്കും? എക്സ്ക്യൂസ് മീ ദ ബിൽ പ്ലീസ്. എപ്പോഴും പൊളൈറ്റ് ആയിട്ട് വേണം ചോദിക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം can I have the bill please? Can I have the bill please? So അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോദിക്കാം പേയ്മെന്റ് എങ്ങനെ ചെയ്യാം? Can I pay by card? അല്ലെങ്കിൽ പറയാം Can I pay using card എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം നമ്മൾ നോർമലി ചെല്ലുമ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്, എപ്പോഴും എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മൾ താങ്ക് യു പറയുക. അവരെ വിളിക്കുമ്പം ഏറ്റവും പൊളൈറ്റ് ആയിട്ട് എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ എന്ത് പറയുമ്പോഴും പറഞ്ഞതിന് ശേഷം പ്ലീസ് എന്നുള്ള വേർഡ് ആഡ് ചെയ്യുക. ഇതൊക്കെയാണ് മോസ്റ്റ് പൊളൈറ്റ് വേ ഓഫ് ടോക്കിംഗ്. അപ്പൊ എപ്പോഴും എളിമയോടുകൂടി സംസാരിക്കുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് വൊക്കാബുലറി. ഇത് കോമൺ ആയിട്ടുള്ളതാണ്, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യത്തേത് അപ്പറ്റൈസർ. അപ്പറ്റൈസർ എന്ന് പറയുന്നത് ആക്ച്വലി അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ അപ്പറ്റൈസർ എന്ന് പറയുന്നത് എ സ്മോൾ കോഴ്സ് ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക്. ഫുഡ് മാത്രമല്ല ഡ്രിങ്കും വരാം. എ സ്മോൾ കോഴ്സ് ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക് ടേക്കൺ ബിഫോർ മെയിൻ കോഴ്സ്. നമ്മൾ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യുന്നത്, മെയിൻ മീൽ വട്ട് എവർ വി ആർ അബൌട്ട് ടു ഓർഡർ, അതിന് മുൻപ് നമ്മൾ ഓർഡർ ചെയ്യുന്ന നമ്മുടെ വിശപ്പിനെ ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഫുഡിനെയാണ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഡ്രിങ്കിനെയാണ് നമ്മൾ അപ്പറ്റൈസർ എന്ന് പറയുന്നത്. സ്റ്റാർട്ടർ ഇതിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള വേർഡ് ആണ്. സ്റ്റാർട്ടർ എന്ന് പറയുന്നതിന്റെയും അത് തന്നെയാണ്. ആദ്യം നമ്മൾ കഴിക്കുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിനെയാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പറ്റൈസർ. സെക്കൻഡ് വേർഡ് ഈസ് ഓൺട്രീ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഓൺട്രേ എന്നാണ് പറയേണ്ടത്. ഓൺട്രേ, ENTREE ആണ് സ്പെല്ലിംഗ്. എൻട്രേ എന്ന് പറയും നമ്മൾ, പക്ഷെ അല്ല, ഫുഡിൽ വരുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഓൺട്രേ. ഓൺട്രേ എന്ന് പറയുന്നത് മെയിൻ കോഴ്സ്, നമ്മൾ പ്രധാനമായും കഴിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് ഓൺട്രേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡെസേർട്ട്. ദ ലാസ്റ്റ് കോഴ്സ് ഓഫ് എ മീൽ. മെയിൻ കോഴ്സ് കഴിഞ്ഞു, സ്റ്റാർട്ടർ കഴിഞ്ഞു, അല്ലെങ്കിൽ അപ്പറ്റൈസർ കഴിഞ്ഞു, മെയിൻ കോഴ്സ് കഴിഞ്ഞു, മെയിൻ കോഴ്സ് ഓർ ഓൺട്രേ കഴിഞ്ഞു, ഫൈനൽ വൺ ഈസ് ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഐറ്റംസ് ആയിരിക്കും. പുഡിംഗ് ആവാം, ജ്യൂസസ് ആവാം, ഐസ്ക്രീംസ്, ഫലൂദ, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഡെസേർട്ട് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ മധുരമുള്ള സാധനങ്ങൾ എന്ത് വേണേ നമുക്ക് ഡെസേർട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി വാട്ടറിന്റെ കേസിലേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ, എങ്കിലും സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് ബോട്ടിൽ വാട്ടർ ഓർ മിനറൽ വാട്ടർ, നോർമൽ വാട്ടർ എന്നാണ്. സ്പാർക്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് കാർബണേറ്റഡ് ഡ്രിങ്കിനെയാണ് നമ്മൾ സ്പാർക്ലിംഗ് എന്ന് പറയുന്നത്. ലൂക്ക് വാം എന്ന് പറയുന്നത് ചെറു ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള മിതമായ ചൂടുള്ള വെള്ളത്തിന് ലൂക്ക് വാം വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നമുക്ക് പോസിബിലിറ്റീസ്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അത്തരം സെനാറിയോസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസസ്, ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസസ് ആണ് ഡിസ്കസ് ചെയ്തത്. Hope this session is useful to you. Once again, if you find it useful, please do like, comment and subscribe. Thank you.